ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3, 4, 5, 6 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 7ാമത്തെ ദിവസം ലാസ്റ്റ് ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 16/8 എന്ന് പറയുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈറ്റിംഗ് വിൻഡോ 12 മണിയാണ്. 12 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും ഉച്ചയ്ക്ക്. എന്നിട്ട് നൈറ്റ് 8 മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ 7ാമത്തെ ദിവസം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയറ്റ് പ്ലാനിൽ ഹൈ പ്രോട്ടീൻ, പിന്നെ വെജിറ്റേറിയൻസിൻ്റെ ഉള്ളത്, പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേരള സ്റ്റൈൽ. ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത്. അതേപോലെ ഇന്ന് ഞാൻ തൈറോയ്ഡ് ഉള്ളവർക്ക് എങ്ങനെ ആ ഒരു ടൈം കറക്റ്റായിട്ട് ഈ 12 മണി അല്ലെങ്കിൽ മെഡിസിൻ എടുക്കേണ്ട ടൈം ഇതെല്ലാം ഞാനിന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ നാളെ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അതിൻ്റെ കമൻസ് റിപ്ലൈ ഞാൻ പറയുന്നതാണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ആവുമല്ലോ ഞാൻ ആ പറയുന്നതെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ 7ാമത്തെ ദിവസത്തെ ഹൈ പ്രോട്ടീൻ ആണ് എടുക്കുന്നത്. 12 മണിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു 12-12:30 ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ 2 ചപ്പാത്തി, ദാൽ 1 കപ്പ്, പനീർ അല്ലെങ്കിൽ ചിക്കൻ അതൊരു 120 ഗ്രാം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഉച്ചയ്ക്ക് ലഞ്ചിന് എടുക്കാം. നിങ്ങൾക്ക് ചപ്പാത്തിക്ക് പകരം ബ്രൗൺ റൈസ് എടുക്കാം കേട്ടോ. നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രൗൺ റൈസ് അതെടുക്കാം, കുഴപ്പമില്ല. സ്നാക്കായിട്ട് 4 മണിക്ക് 10 ഗ്രാം നട്ട്സ് എടുക്കാം. ഡിന്നർ ആവുമ്പോൾ 2 എഗ്ഗ്, 1 കപ്പ് സാലഡ്. ആ സാലഡിൽ നമുക്ക് ചിക്കൻ സാലഡ് എടുക്കാം, വെജ് സാലഡ് എടുക്കാം. ഓക്കെ, റെസിപ്പീസ് ഞാൻ പോകെ ഇടാം കേട്ടോ. ഇനി വെജിറ്റേറിയൻസിനുള്ള 7ാമത്തെ ദിവസമാണ്. വെജിറ്റേറിയൻസിന് ഡിന്നർ ടൈം ആവുമ്പോൾ 2 ചപ്പാത്തി എടുക്കാം, 1 കപ്പ് ദാൽ എടുക്കാം, പിന്നെ കുറച്ച് വെജീസ്, എല്ലാം 1.5 കപ്പ് വെജീസ് എടുക്കണം കേട്ടോ. അപ്പം 2 ചപ്പാത്തി, ദാൽ 1 കപ്പ്, 1.5 കപ്പ് വെജീസ് ആഡ് ചെയ്യാം. സ്നാക്ക് ടൈം ആവുമ്പോൾ 1.5 കപ്പ് കേർഡ് കഴിക്കാം. ഓക്കെ, ഇനി അടുത്ത നൈറ്റ് ഡിന്നർ ടൈം ആവുമ്പോൾ ഓട്സ് ഒരു കഞ്ഞിയായിട്ട് കുടിക്കാം. ഓട്സ് കുറച്ച് ലോ ഫാറ്റ് മിൽക്ക് വെച്ചിട്ട് സ്മൂത്തി ആയിട്ട് കുടിക്കാം. ഓട്സ് വെച്ചിട്ട് അല്ലാതെ തന്നെ ഓട്സ്, പാല്, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് ചേർത്ത് അങ്ങനെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി 1 കപ്പ് ആയിരിക്കണം. ഓക്കെ, കേരള സ്റ്റൈലിൽ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ റൈസ്, 1 കപ്പ് റൈസ്, പിന്നെ 1 കപ്പ് വെജിറ്റബിൾസ്, പിന്നെ 1 ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കുക. ഓയിലൊക്കെ കുറച്ചിട്ട് എടുക്കുക. അതൊരു 100 ഗ്രാം എടുക്കാവുന്നതാണ്. പിന്നെ സ്നാക്ക് ടൈം ആവുമ്പോൾ ഫ്രൂട്ട് സലാഡ് 1 കപ്പ് എടുക്കാം. ഫ്രൂട്ട്സ് കൂടുതൽ വെച്ചിട്ടൊരു സാലഡ് എടുക്കാം. ഡിന്നർ ടൈം ആവുമ്പോൾ 100 ഗ്രാം പനീറും പിന്നെ 1 കപ്പ് സാലഡും, പനീർ സാലഡായിട്ട് എടുക്കാം, അങ്ങനെ എടുക്കാം. അപ്പം 7ാമത്തെ ദിവസത്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ തൈറോയ്ഡ് ഉള്ളവർ എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ട കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. തൈറോയ്ഡ് ഉള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ മെഡിസിനൊക്കെ കഴിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് കട്ടിയുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ 14/10 എന്നുള്ളൊരു മെത്തേഡിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഡയറ്റ് പ്ലാൻ അല്ല, ആ ഒരു ഡയറ്റിൻ്റെ ടൈമാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. രാവിലെ ഒരു 8 to 8:30 ടാബ്ലറ്റ് കഴിക്കുക. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. 9 മണിക്ക് ഹൈ പ്രോട്ടീൻ മീൽ എടുക്കുക. അതിൽ എഗ്ഗ് ആഡ് ചെയ്യണം, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം, പയറ് അങ്ങനെ ആഡ് ചെയ്തിട്ട് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിയണം കേട്ടോ. 1:30 ലഞ്ച് കഴിക്കണം. അതിന് കാർബ്സ് കുറച്ച് ഫൈബർ കൂടുതലുള്ള ഫുഡ് എടുക്കണം 1:30 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക്. ഇനി 5 മണിക്ക് സ്നാക്ക് എടുക്കാം. അതിൽ നട്ട്സ് എടുക്കാം, ഫ്രൂട്ട്സ് എടുക്കാം, ഗ്രീൻ ടീ കുടിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതെടുക്കാം. ഇനി 7 മണി
ലൈറ്റായിട്ട് എന്തെങ്കിലും ഡിന്നർ, സൂപ്പോ എഗ്ഗോ പനീറോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഡിന്നർ എടുക്കുക. പിന്നെ 8 മണിക്കുള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം, ഈറ്റിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് തൈറോയ്ഡ് ഉള്ളവരുടെ രീതി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ 7 ദിവസത്തെ മീൽ പ്ലാൻ പറഞ്ഞതിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള മീൽ പ്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം അങ്ങോട്ട് മാറ്റുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനെ എന്താ പറയുക, ഇപ്പം 2 ദോശ കഴിക്കുന്ന ഒരാൾ ഒരെണ്ണം കഴിച്ചിട്ട് പ്രോട്ടീനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഡിന്നർ വെച്ചാൽ കറക്റ്റ് 8 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ പോർഷൻസിനെ ഡിവൈഡ് ചെയ്ത് മീൽ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് വിശക്കുന്ന ഒരു ടൈം വെച്ചാൽ 8 മണിക്കുള്ളിൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതെല്ലാം കൂടെ തയ്യാറാക്കി ഒരു മീൽ പ്ലാൻ തയ്യാറാക്കണം കേട്ടോ. ഈ ഒരു 7 days മീൽ ഞാൻ പറഞ്ഞു തന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡ് കഴിക്കാം, ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒക്കെ ആഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 7 days പ്ലാൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി പ്രിപ്പയർ ആയി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലെയുള്ള ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പുതിയ വീഡിയോസായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.